അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഒരുങ്ങിക്കിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോവാണ് കേട്ടോ. കാരണം എൻ്റെ പൊന്നു മോനെ എൻ്റെ അമ്മയുടെ അടുത്തൊന്ന് നോക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ അവസ്ഥ എന്തായെന്നൊന്ന് പോയി നോക്കണമല്ലോ. പിന്നെ ഈ ഒരു തയ്യൽ മെഷീൻ വെച്ചിട്ട് കുറേ നാളായി, പക്ഷേ ഞാനിതുവരെ ഉപയോഗിച്ചിട്ടില്ല. കാരണം എനിക്ക് തയ്ക്കാൻ അറിയില്ല. പിന്നെ മോൻ്റെ സ്കൂളിൽ നിന്ന് ഈ ഒരു ചെടിച്ചട്ടി തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ കുറച്ച് മണ്ണ് നിറച്ച് എന്തെങ്കിലും ഒരു വിത്തിട്ട് കൊണ്ട് ചെല്ലണമായിരുന്നു. അപ്പോൾ ഞാൻ അതും കൈപിടിച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്ന് കുറച്ച് മണ്ണെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ബേക്കറിയിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ മോന് ഫ്രൂട്ട്സ് മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മഴ ഉണ്ടായിരുന്നില്ല. പക്ഷേ ബസ് സ്റ്റോപ്പിൽ ചെന്നിറങ്ങിയപ്പോൾ നല്ല മഴയായി. അതുകൊണ്ട് തന്നെ ഞാൻ കുടയും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ബസ് ചെന്നിറങ്ങി അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് നേരെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ മോൻ നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോൾ അവനെ കുറച്ച് ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുള്ള എടുത്ത് കൊടുത്തു. അപ്പോൾ അതൊക്കെ കഴിച്ചു. അതിനിടയ്ക്ക് ഞാൻ ഈ ഒരു ഫ്രൂട്ട് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കി കേട്ടോ. ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. ഇത് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര പുളിയാണ് കേട്ടോ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ തൊലിയൊക്കെ എടുത്ത് മാറ്റിയിട്ട് കഴിച്ചപ്പോൾ കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു, മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് അവിടെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മോൻ്റെ കലാപരിപാടികൾ ആരംഭിച്ചത് കേട്ടോ. ഇത്ര നേരം വയ്യാതെ കിടന്നിരുന്നവനാണ് ഇപ്പോൾ ഈ പരിപാടികളൊക്കെ കാണിച്ചു കൂട്ടുന്നത്. അങ്ങനെ അതൊക്കെ നോക്കി ഞാൻ കുറേ നേരം അവിടെ ഇരുന്നു. പിന്നെ എന്തായാലും വൈകിട്ടാകുമ്പോഴേക്കും വീട്ടിൽ പോകണമല്ലോ. അങ്ങനെ നമ്മൾ വൈകിട്ടാകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി. ആ സമയത്ത് വലിയ മഴയുണ്ടായിരുന്നില്ല. അപ്പോൾ പോണ നേരത്തെ അച്ഛൻ പറഞ്ഞു, മോളെ അവൻ്റെ മുടി ഒന്ന് വെട്ടിക്കണേ, ചിലപ്പോൾ വെള്ളം ഇരുന്നിട്ടാവും അവന് പനിയും ജലദോഷം എന്നൊക്കെ. അങ്ങനെ നമ്മൾ ഒരു ബാർബർ ഷോപ്പിൽ കയറിയിട്ട് അവൻ്റെ മുടി ഒന്ന് വെട്ടിക്കളഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ബ്ലിങ്കിറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രിക്കലത്തേക്ക് നമ്മൾ ദോശയും ചമ്മന്തിപ്പൊടിയായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദോശയൊക്കെ അവൻ കഴിക്കുന്നവനാണ്, പക്ഷേ ഇന്നെന്തോ വായിക്ക് വലിയ ടേസ്റ്റ് ഇല്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ദോശ കൊടുത്തപ്പോൾ അവന് വേണ്ടാന്ന് പറഞ്ഞിട്ട് എണീറ്റ് പോവുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ രാത്രിയായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു ഗ്ലാസ് പാലുണ്ടാക്കി കൊടുത്തു. അത് അവൻ കുടിച്ചു. പിന്നെ ഞാൻ ബാക്കിയുള്ളത് കഴിച്ചു. പിന്നെ റീസെൻ്റായിട്ട് എനിക്കൊരു അഡിക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ മധുരം കഴിക്കുക എന്നുള്ളത് അത്ര നല്ല ശീലമൊന്നുമല്ല. അപ്പോൾ ഞാനന്ന് ഒരു ബിസ്ക്കറ്റും കഴിച്ച് കിടന്നുറങ്ങി.